പ്രിയപ്പെട്ടവരെ, ആത്മീയതയിൽ ശക്തമായി നിന്ന് അനേകർക്ക് ജന്മം കൊടുത്ത ഇവർ ആരിലാണ് പ്രതീക്ഷ വച്ചത്? എന്തിലാണ് പ്രതീക്ഷ വച്ചത്? ഒരു യുവാവ് യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം? നിങ്ങൾ ബൈബിളിൽ വായിച്ചിട്ടില്ലേ? അപ്പോൾ എന്താണ് യേശു പറഞ്ഞത്? ആ നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? അപ്പോൾ അവൻ 1-ാം പ്രമാണം മുതൽ 10-ാം പ്രമാണം വരെയുള്ള സകല പ്രമാണങ്ങളും പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, നീ ഇത് പോയി ചെയ്യടാ, നീ ജീവിക്കും. അപ്പോൾ അവൻ പറഞ്ഞു, നല്ലവനായ ഗുരു, ഞാൻ ഇത് ചെറുപ്പം മുതലേ ചെയ്യുന്നതാ, ഇനി എനിക്ക് എന്തെങ്കിലും കുറവുണ്ടോ? അപ്പോൾ യേശു പറഞ്ഞു, നിനക്ക് പരിപൂർണനാകണമെങ്കിൽ എന്ത് ചെയ്യണം? നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക, എന്നെ അനുഗമിക്കുക, അപ്പോൾ നിനക്ക് വിടുതലുണ്ടാകും. അവൻ എന്ത് ചെയ്തു? അനുഗമിച്ചോ? അവൻ വിറ്റോ? ഇല്ല. എന്നിട്ട് അവൻ സങ്കടത്തോടെ തിരിച്ചുപോയി. അവൻ അത്രയും നാൾ അനുഭവിച്ചിരുന്നത് പിന്നെ എന്നും അവനൊരു ദുഃഖമായി, സങ്കടമായി. അവന് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സങ്കടം. ദൈവത്തിൻ്റെ മുമ്പിൽ, യേശുവിൻ്റെ മുമ്പിൽ നിന്ന് മടങ്ങിപ്പോകുന്ന വ്യക്തികൾ അവർ ആശ്രയം വയ്ക്കുന്നത് മറ്റ് പലരിൽ നിന്നാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. യേശുവിനെ അനുഗമിക്കും, പക്ഷെ എൻ്റെ സമ്പത്ത് എനിക്കതുപോലെ നിൽക്കണം. യേശുവിനെ അനുഗമിച്ചാൽ എൻ്റെ വീട് പണി നടന്നിരിക്കണം. യേശുവിനെ അനുഗമിച്ചാൽ എൻ്റെ വസ്തു വിൽക്കണം, എൻ്റെ മകളുടെ വിവാഹം നടക്കണം, എനിക്ക് ജോലി കിട്ടണം, എൻ്റെ കടഭാരം മാറണം, എന്നാലേ ഞാൻ അനുഗമിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ വരത്തില്ല. ഞാൻ 2 വർഷം നോക്കും, ഞാൻ 3 വർഷം നോക്കും, നടന്നില്ലെങ്കിൽ ഞാൻ വരത്തില്ല. ഈ തരത്തിൽ മൈൻഡ് കിടപ്പുള്ള വ്യക്തികൾ ഒരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ രീതിയിലല്ല അവർ പോകുന്നത്. അവർ കാണുന്നതെല്ലാം ഭൗതികമായ ഉദ്ദേശത്തെ പ്രതിയാണ്. അങ്ങനെയുള്ളവർ അധികം നാൾ നിൽക്കത്തില്ല പ്രാർത്ഥനയിൽ. അവരെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു തിന്മയുടെ സ്വാധീനം എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തെ ശക്തമായി സ്തുതിച്ചേ. അങ്ങനെ നിൽക്കുമ്പോഴാണ് കർത്താവായ ദൈവം എന്നെ ഷിബു ബ്രദറിലൂടെ വിളിക്കുന്നത്. ഷിബു ബ്രദറിലൂടെ എന്നെ യേശു വിളിച്ച് എൻ്റെ ആത്മീയമായ സകല സംഭവങ്ങളും, അതുവരെ ഞാൻ മനസ്സിലാക്കിയിരുന്ന സകലതിനെയും പൊളിച്ചു കളഞ്ഞിട്ട് എന്നെ 2ാമത് വചനത്തിൽ പണിതെടുത്തതായിരുന്നു പ്രിയ ദേവദാസൻ. അതാണ് എന്നെ ഇന്നും പിടിച്ചു നിർത്തുന്നത്. സമ്പത്തല്ല. ഞങ്ങൾ വരുമ്പോൾ ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലായി കിടന്നതായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിലെ പല സഹോദരങ്ങളും. പലരും ഒരു ചായ വാങ്ങിയാൽ 3 പേര് ഷെയർ ചെയ്ത് കുടിക്കും. ഒരു ചായ വാങ്ങിയാൽ ആ കാശ് ഞങ്ങൾക്ക് അതുപോലുമില്ല. അന്ന് ആശ്രയം വയ്ക്കാൻ പഠിപ്പിച്ചത് പണത്തിലല്ല. മകളിൽ ഒരു പിതാവുണ്ട്, നിന്നെ കാണുന്നുണ്ട്, ആ പിതാവിൽ നിത്യജീവനുണ്ട്, ആ പിതാവിൻ്റെ കയ്യിൽ മന്നയുണ്ട്, കാടപ്പക്ഷിയുണ്ട്, തരും, വേണ്ട സമയം തരും. അതുകൊണ്ട് പിതാവിനെ നീ സ്വന്തമാക്കിയാൽ സകലതും നിനക്ക് ലഭിക്കും എന്ന് പഠിപ്പിച്ചു തന്നതായിരുന്നു ഫസ്റ്റ്. ഞങ്ങൾ ജീസസ് വിഷൻ നിങ്ങളോട് പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ഒരു കാരണവശാലും ഭൗതികമായ സമ്പത്ത് തന്ന് നിങ്ങളെ അങ്ങ് ഭയങ്കരമായി നടത്തുന്ന വിധത്തിലുള്ള ക്ലാസ് അല്ല ഞങ്ങൾ തരുന്നത്. പകരം നിങ്ങൾ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യരായി മാറിയാൽ നിങ്ങളുടെ സമ്പത്തിനെ തകർക്കുന്ന സ്പിരിറ്റ്, പൈശാചിക ശക്തിയെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് അഴിച്ചു മാറ്റുമ്പോൾ നിങ്ങളുടെ സമ്പത്ത് നിൽക്കാൻ തുടങ്ങും. അങ്ങനെ നിങ്ങൾ വളരത്തുള്ളൂ. അതെങ്ങനെയാണ്? ഇന്നലെ വരെ നിങ്ങൾ ഉണ്ടാക്കുന്ന സമ്പത്ത് ആശുപത്രിയിൽ പോവുക, കുഞ്ഞിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക, രോഗം കണ്ടെത്തുന്നില്ല, ഉണ്ടാക്കുന്നത് മുഴുവൻ പോകുന്നു. പക്ഷെ യേശുവിനെ അറിഞ്ഞ് ആരാധിച്ചാൽ ആദ്യം നിന്റെ ആശുപത്രിയിൽ കൊടുക്കുന്ന കാശ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. അത് നിനക്ക് നിലനിർത്താൻ പറ്റും. അങ്ങനെ നിന്നെ ദൈവം അനുഗ്രഹിക്കും. അന്നുവരെ നിന്നെ തകർത്തിരുന്ന സകലത്തിൽ നിന്നും മാറ്റി പണിയുന്നതാണ് യേശു. ഇത് പഠിപ്പിച്ചു തന്നു. എന്നിട്ട് ഞങ്ങളെ കെട്ടിയിരുന്ന പൈശാചിക കെട്ടുകളെ അഴിച്ചു തന്ന് ദൈവം വിടുവിക്കാൻ തുടങ്ങി. ആ വിടുതലാണ് ഇന്ന് വരെ പിടിച്ചു നിർത്തുന്നത്. സ്തോത്രം. ഈ ഗ്രൂപ്പിലും ഉണ്ടായിരുന്നു അനേകർ, പല ഉദ്ദേശത്തോടു കൂടെ വന്നവർ. അവരെയും ദൈവം വച്ചില്ല, എടുത്തു ദൂരെ കളഞ്ഞു. സമ്പത്ത് മാത്രം ഫ്രണ്ടിൽ കണ്ട് ബൈബിൾ എടുക്കുന്നവൻ അറിഞ്ഞുകൊള്ളുക, നിന്നെ കെട്ടുന്നത് പണത്തിൻ്റെ ദുർഭൂതമാണ്. സമ്പത്ത് മാത്രം ഉദ്ദേശിച്ചിട്ടാണ് നീ ധ്യാനത്തിന് വന്നിട്ടുള്ളതെങ്കിൽ നിന്റെ സമ്പത്ത് കിട്ടത്തില്ല, യേശുവിനെ കിട്ടത്തില്ല. എത്ര ദാരിദ്ര്യത്തിലാണെങ്കിലും അവസാനത്തെ ഒരു ശ്വാസമെങ്കിലും യേശുവേ എന്നെ രക്ഷിക്കെന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നിനക്ക് എത്ര കിട്ടുമെന്നാ നീ ഉദ്ദേശിക്കുന്നത്?
ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചു പോയപ്പോൾ യേശു ശിഷ്യരോട് പറഞ്ഞു, കണ്ടോ, അവൻ പാലിച്ച കൽപ്പനയും അവൻ നിന്ന ഗ്രൂപ്പും അവനെടുത്ത ഡിസിഷനും ഇത്രയേ ഉള്ളൂ. യേശു ശിഷ്യരോട് പറഞ്ഞു. അപ്പൊ പത്രോസ് ചോദിച്ചു, അയ്യോ, അപ്പൊ ഗുരു അങ്ങനെയെങ്കിൽ ആർക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റും? യേശു പറഞ്ഞു, സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ ഒട്ടകം ഏതു വഴിക്ക് കടക്കണം? അങ്ങനെ ഒന്ന് നടന്നാൽ സമ്പത്തുള്ളവനും കടക്കും. യേശു പറഞ്ഞതാ. അപ്പോൾ പത്രോസ് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ആർക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റും? അപ്പോൾ യേശു പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാ, എല്ലാം പിടിച്ചു വച്ചിട്ട് എൻ്റെ കൂടെ വരുന്നവന് പറ്റത്തില്ല. അന്നേരം വീണ്ടും പത്രോസ് പറഞ്ഞു, അയ്യോ ഗുരു, ഞാൻ ദേ നോക്ക്, എൻ്റെ അപ്പനെയും വള്ളവും വലയും എൻ്റെ നാടും സകലതും ഉപേക്ഷിച്ച് നിന്റെ കൂടെ വരുന്നു, എനിക്കെന്തെങ്കിലും പ്രയോജനമുണ്ടോ? അപ്പോൾ യേശു എന്താ പറഞ്ഞത്? ദൈവരാജ്യത്തെ പ്രതിയോ എൻ്റെ നാമത്തെ പ്രതിയോ വയലുകളെയോ ഭവനത്തെയോ മാതാപിതാക്കളെയോ സ്വന്തം ജീവനെ തന്നെയോ ഉപേക്ഷിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ ഇതൊക്കെ കളഞ്ഞിട്ട് വന്നാലോ നിനക്ക് 100 മടങ്ങ് തിരിച്ചു തന്നിരിക്കും. ഇതാണ് യേശു പറഞ്ഞത്. 100 മടങ്ങ് നിനക്ക് ഈ ലോകത്തിൽ തന്നെ കിട്ടിയിരിക്കും. അതാണ് ജീസസ് വിഷന്റെ ഈ 2014, 15, 16 ശേഷമുള്ള ഉയർച്ച. ദൈവം ഉയർത്തിയത്. ഇവിടെ ബക്കറ്റ് പോലും വയ്ക്കത്തില്ല കാണിക്കയ്ക്ക്. കാരണം അതല്ല, മനുഷ്യരിലൂടെ അല്ല ഞങ്ങൾ ജീവിക്കുന്നത്. മുകളിലൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കൃപയാലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങളോട് പറയുന്നു, ഈ ദൈവമേ എൻ്റെ കടം മാറ്റണമേ എന്ന് നീ ആദ്യം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, ദൈവമേ നീ എന്നിൽ വന്ന് നിറയണമേ എന്ന് നീ ഒന്ന് പ്രാർത്ഥിക്ക്. നിന്റെ മാത്രമല്ല, നിന്റെ തലമുറകൾ വരെയുള്ള കടങ്ങളെ മാറ്റാൻ ദൈവത്തിന് പറ്റും. സ്തോത്രം. അത് നിലനിൽക്കുകയും ചെയ്യും. ഇല്ല, കടം മാറാനുള്ള ഒരു സ്രോതസ്സും തുറക്കുന്നില്ലെങ്കിൽ നാളെ ബൈബിൾ മടക്കി വെച്ചിട്ട് നിങ്ങൾ വീണ്ടും പോകും. നിങ്ങൾ പറയും അവിടെയും പോയി ഒരു പ്രയോജനവും ഇല്ല. പക്ഷെ നിങ്ങളുടെ കൂടെ കഴിഞ്ഞ പ്രാവശ്യം വന്ന് അതേ ചെയറിലിരുന്നവൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷവുമായി മടങ്ങിപ്പോയ ചെയറിലാണ്, ഹാളിലാണ് നീ ഇരുന്നിട്ട് അവിടെ ഒരു പ്രയോജനവും ഇല്ല എന്ന് പറയുന്നതെങ്കിൽ നിന്റെ ഹാർട്ടിനെ നീ ലോക്ക് ചെയ്തിട്ടേക്കുവാ. ദൈവത്തിന് തുറക്കാൻ പറ്റാത്ത വിധത്തിൽ നീ തന്നെ അങ്ങ് ലോക്ക് ചെയ്തിട്ടേക്കുവാണ്. അതുകൊണ്ട് ഏതാണ് നമ്മൾക്ക് വേണ്ടത്? പ്രാർത്ഥനയിൽ നിന്ന് ഡൗൺ ആകുന്ന ഒരു രീതിയല്ല, ഓരോ ദിവസം കഴിയുന്തോറും മുകളിലേക്ക് കയറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ഞങ്ങളുടെ ഈ ധ്യാനകേന്ദ്രം കൊല്ലത്ത് മറ്റൊരു സ്ഥലത്ത് ആദ്യകാലങ്ങളിൽ പ്രവർത്തിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ, അവരൊക്കെ ധ്യാനം കൂടാൻ വന്നു. അതിൽ ഒരു ഫ്രണ്ടിനെ ദൈവം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും ഒക്കെയായിട്ട് ദൈവം അവനെ സെലക്ട് ചെയ്തു. അപ്പം ഞാൻ ധ്യാനം കൂടാൻ വന്ന് 2ാമത്തെ ദിവസം എനിക്ക് എൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി. 1ാമത്തെ ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 2ാം ദിവസം രാത്രിയോടുകൂടിയുള്ള ആരാധനയിൽ ദൈവാത്മാവ് എന്നെ തൊട്ടു. ദൈവാത്മാവ് തൊട്ട സമയം മുതൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായി, എനിക്ക് ഈ സ്റ്റേജിൽ വന്ന് എനിക്കൊരു പാട്ട് പാടണം. എൻ്റെ ചർച്ചിൽ കൊയർ ചെയ്യുന്ന ഞാനാണ്. അപ്പോൾ എനിക്ക് ഈ ധ്യാന കേന്ദ്രത്തിൽ കയറി എനിക്കൊരു പാട്ട് പാടണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാനിങ്ങനെ തരം നോക്കി ഓർഗണിൻ്റെ അവിടെയും സ്റ്റേജിൻ്റെ അവിടെയൊക്കെ വന്ന് നിന്നിട്ട്, അവിടെ പോയിരുന്നു എന്ന് പറയും, പോയിരിക്കും അവിടെ. അപ്പോൾ എനിക്കൊന്ന് പാടി തകർക്കണം, ഇതൊക്കെയായിരുന്നു. ഒരു രക്ഷയില്ല. ഞാൻ അന്നേരം നോക്കിയപ്പോണ്ട് എൻ്റെ കൂടെ എൻ്റെ ചർച്ചിലുണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാരൻ കുഞ്ഞുങ്ങളെയും വിളിച്ചുകൊണ്ട് അവൻ കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുക്കുക. ഷെടാ, ഞാൻ അവൻ യേശുവിനെ പറഞ്ഞു കൊടുത്താൽ അവൻ ഇപ്പോൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ധ്യാന കേന്ദ്രത്തിൽ. ഞാൻ ചോദിച്ചു, എടാ ഇതെങ്ങനെ സാധിച്ചു? ദൈവം എന്നെ സെലക്ട് ചെയ്തതാന്ന് പറഞ്ഞു. അന്ന് ഒരു പ്രേക്ഷിത വേലയ്ക്ക് കിച്ചണിൽ നിൽക്കാൻ ഒരാളെ വിളിക്കണമെങ്കിൽ, ദൈവമേ ഈ വ്യക്തിയെ അങ്ങ് കണ്ടതാണോ, ഇവൻ ദൈവമേ അങ്ങേ ആരാധിക്കുന്നതാണോ എന്ന് ബൈബിൾ മെസ്സേജ് എടുത്ത് നോക്കിയിട്ട് മാത്രമേ കിച്ചണിൽ പോലും ഒരാളെ നിർത്തത്തുള്ളൂ. ദൈവം യെസ് പറഞ്ഞാൽ മാത്രമേ കയറ്റത്തുള്ളൂ, ഇല്ലാതെ കയറ്റത്തില്ല. അപ്പോൾ എന്തൊരു ഡ്യൂട്ടിക്കും ദൈവത്തോട് ആലോചന ചോദിക്കും. ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ലെവലിൽ ഇവനെ ദൈവം മെസ്സേജ് കൊടുത്തു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ. ഭയങ്കരമായി ഇവൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അപ്പം ഞാനും യേശുവിനെയൊക്കെ രക്ഷകനാകെ ആയിട്ട് സ്വന്തമായിട്ട് സ്വീകരിച്ച് ഇങ്ങനെ ശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങൾ കവലകളിൽ ഒരുമിച്ച് കൂടുന്നത് മുഴുവൻ ദൈവകാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നിലൂടെ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം അവനോട് പറഞ്ഞു, എടാ നിന്നെ ഏതോ ഒരു അന്ധകാര ശക്തി
പിടിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നു. നീ ബൈബിൾ ഉപേക്ഷിച്ചിട്ട് നീ പോകുന്നത് ഞാൻ കാണുന്നടാ, നീ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അന്നേരം അവൻ പറഞ്ഞു, നീ എന്തോ ഈ പറയുന്നേ? ദൈവമാണ് എന്നെ വിളിച്ചത്. ഞാൻ ബൈബിൾ ഉപേക്ഷിച്ചിട്ട് പോകാനോ? നിന്റെ ദർശനം കറക്റ്റൊന്നുമില്ല, അത് സാത്താൻ നിന്നെ കാണിച്ചു തന്നതാ എന്ന് പറഞ്ഞു. അന്ന് അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. ഞാൻ ധ്യാനം കഴിഞ്ഞ് നേരെ പോകുമ്പോൾ എനിക്ക് അന്ന് വരെ ഞാൻ മാറ്റി വച്ചിരുന്നത്, എനിക്ക് എടുക്കാത്തതായിരുന്നു ബൈബിൾ. പണ്ടെടുത്തതാ, പിന്നെ എടുത്തിട്ടില്ല. ഈ ബൈബിളിലേക്ക് ഞാൻ ഓരോ ദിവസവും ഞാൻ ആഴത്തിൽ അടുത്തു. എത്ര ബൈബിൾ വായിച്ചാലും എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ടൈമിൽ ഈ കൂട്ടുകാരന്മാരെല്ലാം വരും, അവർ സ്തുതിപ്പും ആരാധനയും ഒക്കെയാണ് അവർ നടത്തിയത്. എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ബൈബിൾ വായിക്കാനായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എടാ നീ ആരാധിക്കുക. അവർ പറഞ്ഞു എന്നോട് ആരാധിക്കുക. ഞാൻ ആരാധിച്ചാലും എൻ്റെ മനസ്സ് മുഴുവൻ വായിച്ച വചനങ്ങളിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ എനിക്ക് ആരാധിക്കാൻ എനിക്കിഷ്ടം കൂടുതൽ ബൈബിൾ വായിക്കാനാ. അന്നേരം അവർ പറഞ്ഞു, എടാ അങ്ങനെയെങ്കിൽ നിന്നിൽ കറക്റ്റ് ആത്മാവ് വന്നിട്ടില്ല. അന്നത്തെ കാര്യത്തിൽ കറക്റ്റ് ആത്മാവ് വന്നാൽ ഭയങ്കരമായിട്ട് ആരാധിക്കാൻ പറ്റും. അപ്പം ഞാൻ മൂന്നാമത്തെ ധ്യാനത്തിന് വന്ന് ഞാൻ ബ്രദറിനോട് ചോദിച്ചു, ബ്രദറെ എനിക്ക് പിശാചിൻ്റെ എന്തോ കെട്ടുണ്ട്. അതെന്നാ? അതെ, എനിക്ക് ബൈബിൾ വായിക്കാനാണ് കൂടുതൽ ഇഷ്ടം, ആരാധിക്കാനേക്കാൾ കൂടുതൽ. അന്നേരം പറഞ്ഞു, എടാ ബൈബിൾ വായിക്കുന്ന ഇഷ്ടമാണെങ്കിൽ ബൈബിൾ പ്രഘോഷിക്കുന്നവനാക്കി ദൈവം തന്നെ മാറ്റും. അന്ന് പറഞ്ഞതാ. ഇന്ന് എൻ്റെ ജീവൻ പോകുന്നതിന് മുമ്പ് ദൈവം എന്നെ അതിൽ നിർത്തി തന്നു. സ്തോത്രം. എനിക്ക് പറ്റാത്തത്, എനിക്ക് സാധിക്കാത്തത് എനിക്ക് എന്നെ വിട്ട് ചെയ്യിപ്പിച്ച് വിജയിപ്പിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ നിന്ന് നീ അകന്നു പോകരുത്. ആ ടൈമിലും ആ തകർന്നു കിടക്കുന്ന അവസരത്തിലും എൻ്റെ വീട്ടിൽ ഞാൻ പ്രെയർ കഴിഞ്ഞ് ഒരു സമയം കഴിഞ്ഞ് രാത്രി വന്നാൽ വീട് ഓപ്പണാക്കി തരത്തില്ല. 8 മണിക്ക് വീട്ടിൽ കയറണം, അതാണ് അപ്പൻ്റെ ഓർഡർ. ചിലപ്പോൾ 11 മണിയാകും, വീട് തുറന്നു തരത്തില്ല. ചിലപ്പോൾ പുറത്തു പോയി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചരിവിൽ പോയിരുന്ന് ഉറങ്ങേണ്ടി വരും. അന്നേരമൊന്നും പരാതിയൊന്നും അത്ര വലിയ പരാതിയൊന്നുമില്ല. കാരണം ദൈവമക്കൾക്ക് ആദ്യം എതിരാകുന്നത് സ്വന്തം വീട് തന്നെ. വേണമെങ്കിൽ ആ ടൈമിൽ എനിക്ക് ബൈബിൾ മാറ്റി വെച്ചിട്ട് ഇതിനേക്കാൾ നല്ലത് അപ്പൻ്റെയും അമ്മയുടെയും കൂടെ സുഖിച്ച് ജീവിക്കുന്നതാണ്. പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹം ആഴത്തിൽ അറിഞ്ഞ ഒരുവൻ എത്ര വിഷയം ഫ്രണ്ടിൽ വന്നാലും അവൻ പോകത്തില്ല. അപ്പോൾ നിങ്ങൾ അറിയേണ്ടത് എന്താണ്? യേശു ആരാണെന്നും യേശു എന്താണെന്നും നിങ്ങൾ ഇന്നലെ വരെ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോകാനിടയുണ്ട്. പിന്തിരിപ്പിക്കുന്ന ശക്തി നമ്മളുടെ മേൽ വന്ന് വ്യാപരിക്കും. ഏതോ ഒരു ക്യാരക്ടറിനെ നമ്മൾ പുറത്ത് വച്ചിട്ടാണ് അല്ലെങ്കിൽ വീട്ടിൽ വച്ചിട്ടാണ് ഇവിടെ വന്നത്. തിരിച്ചു പോകുമ്പോൾ അതിനെ കത്തിച്ചില്ലെങ്കിൽ അത് തന്നെ രണ്ടാമതെടുത്ത് നമ്മൾ ധരിക്കും. നമ്മൾ മാറ്റിവെച്ച ഒരു ക്യാരക്ടർ വീട്ടിലിരിപ്പുണ്ട്, അതിനെ കത്തിച്ചില്ലെങ്കിൽ വീണ്ടും അത് ധരിക്കാനിടയായാൽ 6 മാസം മുന്നേ നീ എടുത്ത തീരുമാനം, മരണം വരെയും ഞാനിനി യേശുവിനെ കളയില്ല. പക്ഷേ 1.5 മാസം കഴിഞ്ഞപ്പോൾ നീ യേശുവിനെ കളഞ്ഞ് ലോകത്തിൽ വീണതുപോലെ രണ്ടാമത് വീണ്ടും നീ ലോകത്തിൽ വീഴുന്ന ക്യാരക്ടറിനെ കത്തിക്കാൻ തക്കവണ്ണം നീ തീരുമാനമെടുത്താൽ ഉറപ്പാണ് പൈതലെ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. അന്നേരം ഫ്രണ്ട് പറഞ്ഞു, ഇങ്ങനെയാണ്, നിന്നിൽ കറക്റ്റല്ല. 1 മാസം കഴിഞ്ഞു ആ നാട്ടിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകൻ വന്നിട്ട് ഒരു പാർട്ടി പ്രവർത്തനവുമായി ഒരു ബന്ധവുമില്ലാതെ ഒരു മൂലയ്ക്ക് മാറിയിരുന്ന ഈ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരുന്നവനെ നീ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകണം എന്ന് പറഞ്ഞു. അവനെ പ്രസിഡന്റാക്കി. അവൻ ചിന്തിച്ചത്, ദൈവം എനിക്ക് വൻ കാര്യം ചെയ്തു. കാരണം അറിയപ്പെടാതിരുന്ന എന്നെ ഇതാ ഇപ്പോൾ ഒരു നേതൃസ്ഥാനത്തിരുത്തി. അതിൻ്റെ പുറകിൽ ദൈവമാണ്. കക്ഷി അത് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു, അല്ലടാ അത് നിൻ്റെ പ്രാർത്ഥനയെ തകർക്കും. അല്ലടാ, ദൈവം എനിക്ക് വെളിപ്പെട്ടതാ, ദൈവം എന്നെ ഉയർത്തിയതാ, അന്ന് പോയതാ. ഇന്നും അന്നത്തെ അതേ സ്ഥാനം, ആത്മീയത ഇപ്പോൾ ഇല്ല, ഒട്ടുമില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇത് എനിക്കറിയാവുന്നുള്ള 1-2 സംഭവങ്ങൾ മാത്രം. നിങ്ങൾക്കിതിനേക്കാൾ ധാരാളം അറിയാമായിരിക്കാം. നിങ്ങൾ എപ്പോഴും വേണ്ട അദ്ദേഹം അങ്ങനെ പോയി, പിന്നെയാണോ നീ ഇനി ഇങ്ങനെ രക്ഷപ്പെടാൻ പോകുന്നത്? ഇങ്ങനെയുള്ള ഒരു മൈൻഡ്. അതുകൊണ്ട് ഇടവകയിൽ വരുന്ന ഒരു പാസ്റ്ററോ ഇടവകയിൽ വരുന്ന ഒരു പ്രീസ്റ്റോ ഒരു ബ്രദറോ അവരല്ല യേശു ക്രിസ്തു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. അവരല്ല യേശു ക്രിസ്തു. പത്രോസ് യേശുവിനെ തള്ളിക്കളഞ്ഞു, പക്ഷെ പത്രോസ് അല്ല യേശു. യേശു ദൈവമാ, പത്രോസ് മനുഷ്യനാ. ബാക്കിയുള്ളവർ മനുഷ്യരാ, യേശു ദൈവമാണ്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നുള്ളത് നിങ്ങൾ അറിയണം. പക്ഷെ മനുഷ്യന് പലതും അസാധ്യമാണ്.
മനുഷ്യരാണെന്നും അവർക്ക് പലതും അസാധ്യമാണ്. പക്ഷെ ദൈവത്തിന് അങ്ങനെയല്ല. എല്ലാം എന്ന് പറഞ്ഞാൽ നിന്റെ ലൈഫിനെ സകല വിധത്തിലും ക്രമപ്പെടുത്താനുള്ള സകല പവറും ഉള്ളവനാണ് ദൈവം. ആ ദൈവത്തെ സ്വന്തമാക്കാൻ ഒരു മനുഷ്യനെയും കൂട്ടുപിടിക്കരുത്, ഒരു മനുഷ്യനെയും നോക്കരുത്. അതിനാണ് അപ്പസ്തോലന്മാരുടെ ഉപദേശങ്ങളും സുവിശേഷങ്ങളും നിങ്ങൾക്ക് നൽകുന്നത്, കറയില്ലാതെ. അങ്ങനെ ക്രിസ്തുവിനെ നിങ്ങൾ നോക്കിയാൽ ഒരു ചില നാളുകൾ കഴിയുമ്പോൾ നിങ്ങൾ തഴച്ചു ഉയരാൻ തുടങ്ങും, ഇല്ലെങ്കിൽ ഉയരത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഇന്നലെ വരെ ഏതെങ്കിലും വിധത്തിൽ നമുക്ക് മുരടിപ്പ് തോന്നി, പ്രാർത്ഥിക്കണ്ട ഇനി എന്ന ഒരു ചിന്ത ഉണ്ടായി, പ്രാർത്ഥിച്ചവർക്ക് ഈ വിപത്ത് വന്നു അങ്ങനെ ഒരു ചിന്ത ഉണ്ടായി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് അഴിയണം. ഈ സമയത്ത് രണ്ട് കരങ്ങൾ ഒന്ന് ദൈവസന്നിധിയിൽ ഉയർത്താമോ? കരങ്ങളൊന്ന് ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ നിങ്ങൾ? പിതാവിനാരാധന, പുത്രനാരാധന, പിതാവിനാരാധന, പുത്രനാരാധന, പരിശുദ്ധാത്മാവിൻ ആരാധന, പരിശുദ്ധാത്മാവിൻ ആരാധന, പിതാവിനാരാധന, പുത്രനാരാധന, പിതാവിനാരാധന, പുത്രനാരാധന, പരിശുദ്ധാത്മാവിൻ ആരാധന, പരിശുദ്ധാത്മാവിൻ ആരാധന, ഓ പിതാവിനാരാധന, പുത്രനാരാധന, പിതാവിനാരാധന, പുത്രനാരാധന, പരിശുദ്ധാത്മാവിൻ ആരാധന, പരിശുദ്ധാത്മാവിൻ ആരാധന, പരിശുദ്ധാത്മാവിൻ ആരാധന, പരിശുദ്ധാത്മാവിൻ ആരാധന. ഒരിക്കൽ നമ്മുടെ ഈ ഷാർജയിൽ നിന്ന് ഒരു നല്ലൊരു ദൈവവചനത്തിൻ്റെ സാക്ഷിയായി ജീവിച്ച ഒരു മകൻ, അദ്ദേഹത്തിൻ്റെ ഫാമിലി ഈ വെക്കേഷന് അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 പെൺമക്കളുമായി ഈ ദുബായിലേക്ക് പോയി. അവിടെ പോയി ഒരാഴ്ച അടിച്ചു പൊളിച്ചവർ ജീവിച്ചു. അടിച്ചു പൊളിച്ചെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ തന്നെ ഒരു കുടുംബ ബന്ധത്തിൽ എന്തൊക്കെ സന്തോഷിക്കാമോ ഒക്കെ സന്തോഷത്തോടെ ജീവിച്ച്, തലേന്ന് രാത്രിയിൽ അത് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് ഇവർ ഒരുമിച്ച് പോയി മരുഭൂമിയിൽ പോയി പ്രാർത്ഥിച്ച്, അതിനുശേഷം വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ച് അപ്പൻ 2 പെൺകുട്ടികളെയും കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ച് അനുഗ്രഹിച്ച് വൈഫിനെയൊക്കെ ഇവരെ ഫ്ലൈറ്റിൽ കയറ്റിയിട്ട് രാവിലെ നമുക്ക് കാണാം, രാവിലെ വിളിക്കാം, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഫ്ലാറ്റിൽ വന്ന് അദ്ദേഹം ഉറങ്ങാൻ കിടന്നു. രാവിലെ ടി വിയിൽ നിന്ന് ഒരു ന്യൂസ്, ഷാർജയിൽ നിന്ന് പറന്നുയർന്ന വിമാനം കരിപ്പൂർ വിമാനത്താവളത്തിൽ ക്രാഷ് ലാൻഡ് ചെയ്തു. ഒരുപാട് പേര് കത്തി ചാമ്പലായി.
അതിനകത്ത് ഈ അമ്മയും 2 പെൺമക്കളും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കരിപ്പൂർ വിമാനത്താവളത്തിൽ ക്രാഷ് ലാൻഡ് ചെയ്തത്? ഒത്തിരി പേര് മരിച്ചതിൽ ഈ ബ്ലസ് ചെയ്ത് വിട്ട അമ്മയും 2 പെൺമക്കളും ബോഡി പോലും തിരിച്ചറിയാൻ പറ്റാത്തവണ്ണം പോയി. ഇദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നറിയില്ല. നമ്മളിൽ ചിലരാണെങ്കിൽ ഇങ്ങനെ ഒരു ദൈവത്തെ എനിക്കിനി വേണ്ട എന്ന് പറഞ്ഞ് പോകും. ദൈവത്തെ ആഴമായി അറിഞ്ഞ ഈ മനുഷ്യൻ ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലുള്ള സഹോദരങ്ങളൊക്കെ ഓടി വന്ന് ആശ്വസിപ്പിക്കുക. ഇദ്ദേഹം വാവിട്ട് നിലവിളിച്ചു. കാരണം ഫോൺ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുമ്പോൾ ന്യൂസിൽ തൻ്റെ പ്രിയപ്പെട്ടവരുടെ ചേതനയറ്റ ശരീരത്തിൻ്റെ ന്യൂസാണ് വന്നത്. ഈ മനുഷ്യനെ വന്ന് ഒരുപാട് പേര് ആശ്വസിപ്പിച്ചപ്പോൾ അവസാനം ഇദ്ദേഹം പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി മാറ്റുന്ന ഒരു ദൈവമുണ്ട്, അവനാണ് യേശു. ഈ ഒരു പ്രശ്നം വന്നെന്ന് പറഞ്ഞ് യേശുവിനെ കളയാനൊന്നും എനിക്ക് പറ്റത്തില്ല. അവൻ എന്നെ സ്നേഹിക്കുന്നു, അവൻ്റെ പദ്ധതി അനുസരിച്ചാണ് എൻ്റെ കുടുംബത്തെ, മക്കളെ വിളിച്ചത്. അതുകൊണ്ട് സകലതും ഇതിലും ഞാനൊരു നന്മ കാണുന്നു എന്ന് പറഞ്ഞ് ക്രിസ്തുവിന് സാക്ഷിയായവർ ഉണ്ട്. അപ്പോഴാണ് നിസ്സാരമായ ഒരു ജോലി, നിസ്സാരമായ ഒരു ഭൗതിക നേട്ടം ഇല്ലാതിരിക്കുമ്പോൾ, എൻ്റെയൊക്കെ ആത്മീയ പിതാവായിരുന്നവർ വചനത്തെ കളഞ്ഞു പോകുമ്പോൾ വൻ നഷ്ടം ഒരിക്കൽ പോലും ഇനി കാണാൻ പറ്റത്തില്ലെന്ന് ആ അവസ്ഥകളിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ദൈവമക്കൾ ഒരുങ്ങേണ്ടത് അതിൽ ഒരു വ്യക്തിയാകാൻ യേശു നിന്നെയും വിളിക്കുവാണ്. നീയും യേശുവിന്റെ കൂടെ നിൽക്കണം. വചനമുയർത്തി പറയണം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതിയാണ് എന്നെ ഈ വിധത്തിൽ കൊണ്ടിരുത്തിയത്. സകലതും നിന്റെ കടമാണെങ്കിൽ, നിന്റെ ദാരിദ്ര്യമാണെങ്കിൽ, നീ പുറകോട്ട് നിന്നെ പ്രാർത്ഥനയിൽ നിന്ന് പഠിക്കുന്നത് എന്താണെങ്കിൽ ശരി, സകലതും നന്മയ്ക്കായി മാറ്റും. എത്ര പേർ പറയും അവർക്കാണ് നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭവനത്തെ, നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥകളെ, അതിൻ്റെ പുറകിൽ പൈശാചിക ശക്തികളാണ്, അതിൻ്റെ പുറകിൽ ശാപക്കെട്ടുകളാണ്. പക്ഷെ നിന്റെ അകത്ത് യേശു ക്രിസ്തുവാണെങ്കിൽ അതിൻ്റെ കെട്ടിയിരിക്കുന്ന ഏത് കെട്ടിനെയും തകർക്കാൻ നിന്റെ അകത്തിരിക്കുന്ന ദൈവശക്തിക്ക് സാധിക്കും. ഇത് ഉറപ്പിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ബ്രദറെ, എൻ്റെ വിസ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ ഇവരൊക്കെ പട്ടിണിയാണ് എന്ന് പറയുന്നെങ്കിൽ നിന്റെ അകത്ത് പട്ടിണി മാറ്റാൻ കഴിവുള്ള ഒരു ദൈവത്തെ നീ വിളിക്കണം. നിന്റെ അകത്ത് ആ പട്ടിണി മാറ്റുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നീ തിരിച്ചറിയണം. ഇല്ലെങ്കിൽ ഈ ഭൂമിയിൽ ദൈവവേല നടക്കുമോ? നിങ്ങളെ പോലെ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഇവിടെ ദൈവദാസന്മാർ ഇവിടെ എങ്ങനെ കാണും?
ഈ ഭൂമിയിൽ ഒരുപോലെ ചൂട് അനുഭവിക്കുന്നില്ലേ? ഏത് വസ്തുവിന് വില കൂടിയാലും ആ വില കൂട്ടക്കം ദൈവദാസന്മാർക്കും ബാധകമല്ലേ? നിങ്ങൾ അനുഭവിക്കുന്നത് പോലെയുള്ള ശാരീരിക മാനസിക പീഡകൾ അവർക്കുമില്ലേ? പക്ഷെ അവർ എന്തുകൊണ്ട് ബൈബിൾ കളയുന്നില്ല? അവർ ഒരു ദൈവത്തെ തിരിച്ചറിഞ്ഞത് കൊണ്ട് മാത്രമാ. ആ യേശുവിലേക്ക് നീ എത്തണം, എന്നാലേ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇനി ദൈവത്തെ കളഞ്ഞിട്ട് പോയ പൗലോസിന്റെ കൂടെ നിന്ന് എല്ലാ സുവിശേഷ വേലയും കണ്ട്, പൗലോസിന്റെ കൂടെ നിന്ന് എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ട് ഒക്കെ നിന്ന ഒരു വ്യക്തിയുണ്ട്, ദേമാസ്. എപ്പോ നോക്കിയാലും പൗലോസിന് പീഡനമാ. പൗലോസ് പ്രഘോഷിക്കുന്ന സമൃദ്ധിയുടെ ദൈവം, സന്തോഷത്തിന്റെ ദൈവം, ഇതൊന്നും പൗലോസിന് കാണുന്നില്ല. പൗലോസ് റോമായിൽ പോയാൽ റോമയിൽ വച്ചടി, പൗലോസ് കോരിന്തോസിൽ പോയാൽ അവിടെ അടി, പൗലോസ് എഫേസുസിൽ പോയാൽ അവിടെ അടി. എവിടെ പോയാലും പൗലോസിന് അടി മാത്രമേ ഉള്ളൂ. പൗലോസിന് സംരക്ഷണവും ഇല്ല, പൗലോസിന് സമാധാനവും ഇല്ല. അപ്പൊ ദേമാസ് ഇത് നോക്കിയപ്പോ ഇതെന്തൊരു മനുഷ്യനാ? ഇദ്ദേഹം സമാധാനവും സന്തോഷവും ഒക്കെ ഉള്ള ദൈവത്തെ പ്രഘോഷിച്ചു, ഇദ്ദേഹം പോയിരുന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും ദുരിതം ഒഴിയുന്നില്ല. ഇതെന്തൊരു മനുഷ്യനാ? ഇദ്ദേഹത്തിന്റെ കൂടെ നടന്നാൽ കല്ലടിക്കാൻ പറ്റില്ല, ഇദ്ദേഹത്തിന്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ പണം ഉണ്ടാക്കാൻ പറ്റില്ല, ഇദ്ദേഹത്തിന്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ ഒരു പേരെടുക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. എല്ലാം യേശു, എല്ലാം യേശു, എല്ലാം യേശു ഇങ്ങനെ പറയുന്നു. ഇദ്ദേഹത്തിനൊട്ട് ഒരു വിടുതലുമില്ല. ദേമാസ് ഇത് കരുതി ചില പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് പൗലോസ് പ്രഘോഷിച്ച യേശുവിനെ കാണാൻ പറ്റിയില്ല.